ഈ കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ സംഗമം, ഭീമൻ രഘു അതിനെ വലിയ രീതിയിൽ തള്ളി മറിച്ച് ചാനലുകളിലൊക്കെ വൈറലായി. ഈ ആഗോള സംഗമത്തിൽ ആളുകൾ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അത് AI വെച്ച് ചെയ്ത് ഇറക്കിയതാണ് എന്നാണ്. എന്താണ് PC ജോർജിന് ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റി പറയാനാണെങ്കിൽ, ഈ വൃത്തികെട്ട 7 കോടി രൂപ കേരള സർക്കാരിനെ നശിപ്പിച്ച് ഈ വൃത്തികെട്ട മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന വാസവൻ എന്ന് പറയുന്ന ഈ കശ്മലിനെയും രണ്ടിനെയും വെടിവെച്ചുകൊള്ളാൻ ആരെങ്കിലും തയ്യാറായാൽ അത് ശരിയാണെന്ന് പറയാൻ മടിയില്ലാത്തവയാണ്. കാരണം അയ്യപ്പ സംഗമത്തിന് 20 കോടി രൂപ കൊടുത്ത് ജർമ്മൻ പന്തലായിട്ടത് 20 ലക്ഷം, 20 ലക്ഷം ഒന്ന് ആലോചിക്കണം. ആ പന്തലിനകത്ത് 4000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തു. അത് നമ്മുടെ പഴയ അറിയാമല്ലോ, നമ്മളെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സദ്യ നടന്ന ആള്, ആ പഴയടം തിരുമേനി. ഞാൻ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ട് പറയാം. ആകെ അവിടെ ഭക്ഷണം കഴിച്ചത് 600 പേര്, 4000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി. ബാക്കി 3400 ഭക്ഷണവും വേസ്റ്റ് ആയിപ്പോയി. പട്ടിണി കിടക്കുന്ന ഈ കേരളത്തോടെ ഇത് വൃത്തികെട്ടം ഇത് ചെയ്യാവോ? നിഷ്പക്ഷമായിട്ട് പറ. ഞാൻ ഒരു രാഷ്ട്രീയവും പറയല്ല, പിണറായി വിരോധം പറയല്ല, എനിക്ക് അയാളോട് ഒരു വിരോധവും ഇല്ല ഇപ്പം. കാരണം അയാൾ നശിച്ച് നാരായണക്കല്ല് പിടിച്ചവനെ എനിക്ക് പിണക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അയ്യപ്പൻ എന്ന റിയാലിറ്റിയെ ഒരു സമുദായത്തിന് എതിർക്കാൻ കഴിയില്ല. പന്തളം രാജകൊട്ടാരത്തിൽ വെച്ച് അയ്യപ്പൻ എന്ന് പറയുന്ന ആ മഹനീയ വ്യക്തിത്വത്തെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും എല്ലാവരും തയ്യാറാകണ്ടായി. അതിനു പകരം അയ്യപ്പന് ഭഗവാൻ ഇരിക്കുന്ന ശബരിമലയിലേക്ക് തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളെ കയറ്റിവിട്ട് പിണറായി വിജയൻ അത് തടഞ്ഞവൻ. ഞാൻ ആദ്യം പോയി അത് ആയിരക്കണക്കിന് അയ്യപ്പന്മാർ എൻ്റെ അടുത്ത് കൂടുകയും ആ പെണ്ണുങ്ങളെ കയറ്റാതെ തടയുകയും ചെയ്യേ. 100-300 പോലീസും ഈ 2 തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളുമായിട്ടാണ് വന്നതാ. ഞാൻ ഓർക്കുക, അതിന്റെ കേസുണ്ടോ? കേസ് കിടക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്ത് പിണറായി വിജയന് എപ്പോഴാ ബോധം ഉണ്ടായേ? ഞാൻ അന്നും പറഞ്ഞു, പിണറായിന്റെ ഭാര്യയോ അമ്മയോ മക്കളോ ഈ വൃത്തികെട്ട് കൂട്ടിരിക്കുന്നുണ്ടോ പിണറായി വിജയൻ പറയണമെന്ന് പറഞ്ഞു. ഏതായാലും ആ പിണറായി വിജയൻ ഇപ്പൊ അയ്യപ്പനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും തയ്യാറായി എന്ന് കാണുന്ന സന്തോഷമുണ്ട്. പക്ഷെ ജനത്തിന് വിശ്വാസമില്ല. അയ്യപ്പ സംഗമം വെച്ചപ്പോൾ അത് വിശ്വാസരഹിതമാണ് എന്നതുകൊണ്ടാണല്ലോ അവിടെ ഓഡിറ്റോറിയത്തിൽ പിണറായി വിജയൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ വന്ന എന്താ, നമ്മുടെ വെള്ളാപ്പള്ളി അങ്ങനെ അദ്ദേഹത്തെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. വെള്ളാപ്പള്ളി കാറെ കയറിപ്പോയി നാറി. അങ്ങനെ പോയത് കൊണ്ട് അങ്ങേർക്ക് നാറ്റം വന്നല്ല. എന്താ SNDP ആരെങ്കിലും പങ്കെടുത്തോ? ഇല്ലല്ലോ. അതായത് അവിടെ ചെന്നിരുന്നു. ആകെപ്പാടെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കുറെ 600ഓളം സ്റ്റാഫ് അവിടെ മുന്നിൽ ഇരുന്നു. അല്ലാതെ പിന്നെ ഇരുന്നു എന്ന് മാത്രമല്ല, അതിൽ നാണക്കേടുണ്ടായി. പിണറായി പ്രസംഗിക്കാൻ തുടങ്ങിയ സ്റ്റാഫ് എല്ലാം കൂടെ ഓരോ ജോലിക്ക് പോകുന്നത് അവരെല്ലാം കൂടെ പോയി. അപ്പോൾ കാലിയായ 3500 കസേരയോട്, 4000 എന്ന് പറഞ്ഞ കളവാണ്, 3500 കസേരയോട് പ്രസംഗിക്കേണ്ട ഗതികേടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടായത്. ഇതൊക്കെ ദൈവശിക്ഷയാണ്, അയ്യപ്പന്റെ ശിക്ഷയാണ്. ഇത് പിണറായി ഇനിയെങ്കിലും അറിഞ്ഞാൽ പിണറായിക്ക് കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുക, ഒരു സംശയം ഇവിടെ തീരും. അയ്യപ്പന്റെ പ്രാക്ക് മേടിച്ച ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയില്ല എന്ന് പറയുന്നു, എങ്കിലും ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിണറായി ഒരു അയ്യപ്പ ഭക്തനാണ്, അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ അദ്ദേഹം അയ്യപ്പന്റെ പ്രതിമ കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങില്ലായിരുന്നു. മാത്രമല്ല ശബരിമലയിൽ പോകുന്നതിൽ 90% കമ്മ്യൂണിസ്റ്റുകാര് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഇതിനോട് എങ്ങനെ യോജിക്കുന്നുണ്ട്? കാരണം ശബരിമലയിൽ ആചാര ലംഘനം നടത്താനായി കൂട്ടുനിന്ന സർക്കാർ, സ്ത്രീകളെ സാനിറ്ററി പാഡും കൊണ്ട് അകത്ത് കയറാൻ നടത്തിയ സർക്കാർ, ഈ സർക്കാർ പറയുകയാണ്, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഒരു നേതാവിനെ മറ്റൊരു സമുദായ നേതാവ് പറയുകയാണ് അദ്ദേഹം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസമാണ് അയ്യപ്പനോട് എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഈ ഭീമൻ രഘുവിന്റെ ഒരു നിലപാടുകളെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾ വീക്ഷിക്കുന്നത്? ഞാൻ നമ്മുടെ വെള്ളാപ്പള്ളിയെ പറ്റി പറയട്ടെ. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന പാവം മനുഷ്യൻ വയസ്സ് 89ആയി. മാനസികമായി അങ്ങേര് എന്താ ചെയ്യുന്നത് അങ്ങേർക്ക് തന്നെ അറിയില്ല. സ്വാഭാവികമായി അങ്ങേര്, ഞാൻ ചോദിക്കട്ടെ, അങ്ങേര് വെള്ളാപ്പള്ളി പിണറായി വിജയൻ ബുദ്ധിമാനായതുകൊണ്ട് ആ പാവത്തിനെ കുറിച്ച് വണ്ടിക്കകത്ത് ഇരുത്തിയാ കൊണ്ടുപോയത് അങ്ങോട്ട് മീറ്റിങ്ങിന്. എന്നതാ പ്രസംഗിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, അയ്യപ്പനെ അപമാനിക്കാൻ ശ്രമിച്ച പിണറായി ഇപ്പൊ അയ്യപ്പ ഭക്തനായോ? പറയട്ടെ, അയാൾ അയ്യപ്പ ഭക്തനെന്ന് പറയട്ടെ. പിന്നെ വെള്ളാപ്പള്ളിയാ പറയുന്നത് അയ്യപ്പന്റെ വിഗ്രഹം മേടിച്ചെന്ന്. ഞാൻ ഒന്നാം തരം റോമൻ കത്തോലിക്കനാണ്. ഞാൻ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അതിന് വരുന്ന പൂജാ വസ്തുക്കൾ മാന്യമായി ബഹുമാനത്തോട് മേടിക്കുക. അതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ്. അത് അവിടെ വിശ്വാസമല്ല.
ഞാൻ ക്ഷേത്രങ്ങളെ വിശ്വസിക്കുന്നു അല്ലെ മുസ്ലിം പള്ളി വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. നമ്മളൊരു മനസാക്ഷി വെച്ച് പൊതുപ്രവർത്തകർ ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് മാതൃകയാകേണ്ടവരാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി ഈ ഒരു അബദ്ധമൊന്നും പറയരുത്. വെള്ളാപ്പള്ളിയോട് എനിക്ക് പിണക്കമൊന്നുമില്ല. പക്ഷെ വെള്ളാപ്പള്ളി ഒരു കാര്യം ചെയ്യണം. ഒരു 25 ഏക്കർ സ്ഥലം മുരുകമ്മനെ ഞാൻ പതിച്ചു കൊടുത്തതാ. തിരുവഞ്ചൂർ ആശ കൂടെ പതിപ്പിച്ചു കൊടുത്തതാ ഞാൻ. അവിടെ 1000 നിറം കെട്ടാനുള്ള കാശ് കൊടുത്തതാ. ഈ വെള്ളാപ്പള്ളി എന്നെ മിണ്ടാതിരിക്കുന്നേ. അവിടെ ക്ഷേത്രം പൊളിഞ്ഞ് തകർന്ന് കിടപ്പുണ്ട്. അവിടെ ക്ഷേത്രം പണിതാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതല്ലേ. വെള്ളാപ്പള്ളി അതിന് പ്രസംഗിക്കുന്നത് എന്താ? അവിടെ ക്രിസ്ത്യാനിക്ക് കൂടുതൽ ഒരു കുന്തവും കൊടുത്തില്ല. ക്രിസ്ത്യാനിക്ക് ഊളത്തം പറഞ്ഞ് നടക്കുവേണ്ടേ. അവിടെ വെള്ളാപ്പള്ളിക്ക് 25 ഏക്കർ പതിച്ചു കൊടുത്തു നമ്മുടെ മുരുകമ്മനയില്. അവിടെ അപ്പുറത്ത് അള്ളാപ്പാറ എന്ന് പറയും. അതായത് നമ്മുടെ മുസ്ലിം സമുദായം അവർക്ക് 3 ഹെക്ടറാണ് പതിച്ചു കൊടുത്തത്. ബാക്കി വാഗമൺ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായ വാഗമൺ ആശ്രമത്തിനോട് ജീവിക്കുക എത്ര ഏക്കറാന്ന് പോലും എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ തൊട്ടിട്ടില്ല. അതിന് പട്ടയം കൊടുത്തിട്ടില്ല. ഈ ഒരു ഊളത്തരം പറഞ്ഞു നടക്കുക അയാൾ മര്യാദയ്ക്ക് ആ ക്ഷേത്രമണികളെ മര്യാദ കാണിക്കണ്ടേ? അവിടുത്തെ പാവപ്പെട്ട ഈഴ സമുദായത്തെ അപമാനിക്കാവോ? അങ്ങേരും കാശ് കിട്ടാനുള്ള മാർക്കും അങ്ങേര് നോക്കുന്നത്. ഇതും കാശ് കിട്ടുമല്ലോ നോക്കണ്ടേ? ഞാൻ അദ്ദേഹത്തെ ഇത് കൂടുതൽ വൃത്തികേട് എന്തെങ്കിലും വൃത്തികേടായിട്ട് പറയേണ്ടി വരും. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അയ്യപ്പ സംഗമം പിണറായി വിജയന്റെ കഷ്ടകാലത്തിന്റെ ആരംഭമാണ്. കുറിച്ചൊന്നും പറഞ്ഞില്ല. ഭീമൻ രഘുവിന്റെ നിലപാടിനെ ഞാൻ ഭീമന്റെ നിലപാട് മിണ്ടുന്നത് ഈ ചുമ്മാ രഘുവും ആളെന്നാ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ കേട്ടില്ല. ഈ എല്ലാവരുടെ ഒന്നും ഞാൻ വായിക്കാറുമില്ല. ഭീമൻ രഘു എന്നാ പറഞ്ഞത്? ഭീമൻ രഘു പറയുകയാണ് ഇത് CPM-ന്റെ പരിപാടിയല്ല, ഇത് അയ്യപ്പ ഭക്തരുടെ പരിപാടിയാണ്. ഇത് അയ്യപ്പ ഭക്തർ ഒന്നടങ്കം വന്നതാണ്. നിറച്ച ആളുകളുണ്ട്. ഒഴിഞ്ഞ കസേരകൾ എന്നൊക്കെ പറയുന്നത് ചുമ്മായാണ്. അയ്യപ്പൻ ഇവിടെ രാഷ്ട്രീയമല്ല സംസാരിക്കേണ്ടത്, അയ്യപ്പനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് അയാൾ പറഞ്ഞില്ല. ആകപ്പാടെ എനിക്ക് അയ്യപ്പനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി അയാൾ പറഞ്ഞു ഓരോ ശുദ്ധ പോഷ്കാണ്, വിവരക്കേടാണ്. ഭീമൻ രഘുവിന് വിവരമില്ല എന്നെനിക്ക് മനസ്സിലായി. അയ്യപ്പനെ പറ്റി സംസാരിക്കാൻ ആര് വന്നാലും ഞാൻ യോജിക്കുന്നയാളാണ്. കാരണം അത് റിയാലിറ്റിയാണ്. പന്തളം കൊട്ടാരത്തിൽ എണിച്ചു വരുന്ന അയ്യപ്പൻ ഈ പിണറായി വിജയൻ പന്തളത്തേക്ക് അയ്യപ്പനെ സംഗമം നടക്കാൻ പോകുമ്പം അയാൾ ആദ്യം ചെയ്യേണ്ടത് പന്തളത്ത് പോയി അവിടെ അയ്യപ്പന്റെ ജന്മജീവിതത്തിൽ ഒരു നമസ്കരിച്ചതിന് ശേഷമാണ് അയാൾ പോകാൻ. അല്ലെങ്കിൽ അയാളെ കുറിച്ച് ഒരു അയ്യപ്പനും കിട്ടുകയില്ല. യാതൊരു സംശയമില്ല. അയ്യപ്പന്റെ ശാപം ഈ ഭീമന്റെ ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും ഏറ്റുവാങ്ങും. അതോടെ തകരാൻ പോവുകയാണ്. ധൈര്യമായിട്ട് ഇരുന്നോളൂ ഞാനാ പറയുന്നത്.